നമസ്കാരം. സംസ്ഥാന കോൺഗ്രസിൽ തലമുറ മാറ്റം അട്ടിമറിക്കാൻ ഗ്രൂപ്പ് മാനേജർമാർ വീണ്ടും സജീവം. KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് യുവാക്കളെ കൊണ്ടുവരാനുള്ള നീക്കത്തിന് ഹൈക്കമാൻഡ് ആലോചിക്കുമ്പോഴാണ് നീക്കം. സാമുദായിക പരിഗണനകൾ കൂടി കണക്കിലെടുത്താണ് പുതിയ ചർച്ചകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സുധാകരൻ പ്രസിഡന്റ് സ്ഥാനം ഒഴിയുമെന്നാണ് സൂചന. ആരോഗ്യ പ്രശ്നങ്ങളടക്കം സുധാകരന് മുമ്പിലുണ്ട്. ക്രൈസ്തവ പ്രസിഡന്റ് KPCCക്ക് വേണമെന്ന ചർച്ച സജീവമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെ മുന്നിൽ നിന്നും വെല്ലുവിളിക്കുന്ന മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടന് അനുകൂലമാണ് ഹൈക്കമാൻഡിലെ ചിന്തകൾ. സുധാകരൻ മാറിയാൽ കുഴൽനാടന് അനുകൂല തീരുമാനം വരാനുള്ള സാധ്യതയുണ്ട്. കുഴൽനാടനൊപ്പം മറ്റു ചില പേരുകളും സജീവമായി പരിഗണിക്കുന്നുണ്ട്. സീറോ മലബാർ സഭയുമായി അടുത്ത ബന്ധമുള്ള റോജി M. ജോൺ പുതിയ അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള ചർച്ചകളിൽ സജീവമായി പരിഗണിക്കുന്നുണ്ട്. യൂത്ത് കോൺഗ്രസിനെ നയിച്ച ഡീൻ കുര്യാക്കോസും KPCC അധ്യക്ഷ പദവിയിലേക്ക് പരിഗണിക്കപ്പെടുന്ന പേരാണ്. ഇതിനിടയിലാണ് ഗ്രൂപ്പ് മാനേജർമാരുടെ അട്ടിമറി നീക്കം. ബെന്നി ബെഹനാന്റെ പേര് ചർച്ചയാക്കി യുവാക്കളുടെ സാധ്യത അടയ്ക്കാനാണ് നീക്കം. യുവ നേതാക്കൾ ഗ്രൂപ്പുകൾക്ക് അതീതരാണ്. അവർ സ്വന്തം നിലയിൽ മുന്നോട്ട് പോകും. ഇതാണ് ഗ്രൂപ്പ് നേതാക്കളുടെ പ്രശ്നം. ഗ്രൂപ്പുകൾ മുമ്പോട്ട് വയ്ക്കുന്ന സമവായ വ്യക്തിത്വത്തെ KPCCയെ ഏൽപ്പിക്കണമെന്നതാണ് ആവശ്യം. കേരളത്തിലെ രാഷ്ട്രീയം കാലത്തിനൊത്ത് മാറുമ്പോൾ മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടനെ പോലുള്ളവരാണ് നല്ലതെന്ന ചിന്ത ഉയരുന്നതിനെ ചെറുക്കാനും ഗ്രൂപ്പ് മാനേജർമാർ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ ആശയക്കുഴപ്പം സജീവമാണ്. സുധാകരനെ അധ്യക്ഷ പദവിയിൽ നിലനിർത്തണമെന്നാണ് ഒരു വിഭാഗം ആവശ്യപ്പെടുന്നത്. എന്നാൽ സുധാകരനെ മാറ്റാതെ പുനഃസംഘടന പൂർണ്ണമാകില്ലെന്നാണ് മറ്റൊരു വിഭാഗം വാദിക്കുന്നത്. എന്നാൽ അടിമുടി പുനഃസംഘടന വേണമെന്നതാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനം. തർക്കങ്ങളില്ലാത്ത പുനഃസംഘടനയാണ് ഹൈക്കമാൻഡ് ലക്ഷ്യം. മധ്യ തിരുവിതാംകൂർ അടക്കമുള്ള ക്രിസ്ത്യൻ മേഖലയിൽ BJP നടത്തുന്ന തന്ത്രപരമായ കടന്നുകയറ്റം കോൺഗ്രസിന് ഭീഷണിയായേക്കാം. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ, ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള എന്നിവർക്ക് ക്രൈസ്തവ സഭയിലുള്ള സ്വാധീനം കോൺഗ്രസ് തിരിച്ചറിയുന്നു. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിൽ കൂടുതൽ ക്രിസ്ത്യൻ പ്രാതിനിധ്യം ഉറപ്പാക്കേണ്ടത് പാർട്ടിയുടെ നിലനിൽപ്പിന് അത്യാവശ്യമാണെന്ന ബോധ്യം പാർട്ടിക്കുണ്ട്. ഈഴവ, ദളിത്, ന്യൂനപക്ഷ വിഭാഗങ്ങളെയും പാർട്ടിയിലേക്ക് അടുപ്പിക്കേണ്ടതുണ്ട്. നേതൃമാറ്റം ഈ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും. സഭകളെ അടുപ്പിക്കാൻ മുതിർന്ന നേതാക്കളാണ് നല്ലതെന്ന ചർച്ചയാണ് ഗ്രൂപ്പ് മാനേജർമാർ ഉയർത്തുന്നത്. പത്തനംതിട്ട MP ആന്റോ ആന്റണി, ചാലക്കുടി MP ബെന്നി ബെഹനാൻ എന്നിവരും സാമുദായിക പരിഗണന വെച്ച് ചർച്ചകളിലുണ്ട്. നായർ സമുദായങ്ങളിൽ നിന്നുള്ള നേതാക്കളുടെ എണ്ണം കൂടുതലായതിനാൽ ഈഴവ പ്രാതിനിധ്യം ഉറപ്പിക്കാൻ അടൂർ പ്രകാശിന്റെ പേരും പരിഗണിച്ചേക്കും. ദളിത് പ്രാതിനിധ്യം മുഖ്യ പരിഗണനയായി ഉയർന്നു വന്നാൽ കൊടിക്കുന്നിൽ സുരേഷും ഗ്രൂപ്പ് മാനേജർമാരുടെ കണ്ണിലുണ്ണിയായി മാറും. ബൂത്ത് തലം വരെയുള്ള പുനഃസംഘടന തീരാപ്പണിയായി നിൽക്കുമ്പോഴാണ് തലപ്പത്ത് തന്നെ മാറ്റത്തിന് പാർട്ടി ഒരുങ്ങുന്നത്. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ സുധാകരന് കഴിഞ്ഞില്ലെന്ന ചർച്ചയാണ് അദ്ദേഹത്തിന്റെ എതിരാളികൾ ഉയർത്തുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശനുമായുള്ള ബന്ധം മോശമായതാണ് സുധാകരന് ഈ പ്രതിസന്ധി ഉണ്ടാക്കിയതെന്ന വാദവും ശക്തമാണ്. അടുത്ത വർഷം അവസാനം വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിനും 2026 ആദ്യം വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിനും പാർട്ടിയെ ഒരുക്കേണ്ടതുണ്ട്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരു തോൽവി കൂടി താങ്ങാനുള്ള കരുത്ത് പാർട്ടിക്കില്ലെന്ന വീണ്ടും വിചാരത്താൽ രാഷ്ട്രീയ സാമുദായിക ഘടകങ്ങൾ പരിഗണിച്ച് പുതിയ KPCC അധ്യക്ഷനെ നിയമിക്കാനാണ് ഹൈക്കമാൻഡ് തീരുമാനം. KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, VD സതീശൻ തുടങ്ങിയ നേതാക്കളുടെ നീണ്ട നിരയെ ഏകോപിപ്പിക്കേണ്ട വലിയ ഉത്തരവാദിത്തം പുതിയ KPCC അധ്യക്ഷനാണ്. നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപായി പാർട്ടി മിഷനറി പൂർണ്ണ സജ്ജമാക്കാൻ കേൾപ്പുള്ള നേതൃത്വമാണ് ഹൈക്കമാൻഡിന്റെ മുന്നിലെ ഏക പോംവഴി. KPCC നേതൃത്വത്തിൽ മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്ന നിരവധി മുതിർന്ന നേതാക്കളുണ്ട്. ഹൈക്കമാൻഡിന്റെ നിലപാട് സൂചിപ്പിച്ച് പ്രാഥമിക ചർച്ചകൾക്ക് KC വേണുഗോപാൽ തുടക്കമിട്ട് കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം സുധാകരനുമായി KC വേണുഗോപാൽ ചർച്ച നടത്തിയത് ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലായിരുന്നു. കൂടുതൽ നേതാക്കളുമായി ഹൈക്കമാൻഡ് കൂടിയാലോചന നടത്തും. KPCC ഭാരവാഹികളുടെ എണ്ണം കുറയ്ക്കാനും ആലോചനയുണ്ട്. മുതിർന്ന നേതാക്കളെ ഭാരവാഹികളാക്കണമെന്നും അഭിപ്രായം ഉയരുന്നുണ്ട്. മികവ് പുലർത്താത്ത DCC അധ്യക്ഷന്മാരെ മാറ്റാനും ആലോചനയുണ്ട്. KPCC ഭാരവാഹികൾ, DCC അധ്യക്ഷന്മാർ എന്നിവരിൽ വലിയ അഴിച്ചുപണിക്കാണ് സാധ്യത. എന്നാൽ കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, എറണാകുളം ഉൾപ്പെടെ 5 DCC അധ്യക്ഷന്മാരെ മാറ്റില്ല. ഇവർ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതിനാലാണ് മാറ്റേണ്ടെന്ന തീരുമാനം. KPCC നേതൃനിരയിലേക്ക് യുവാക്കളെയും പരിഗണിക്കും. DCC പദവിയിലും യുവാക്കളുടെ സാന്നിധ്യം ഉറപ്പുവരുത്തും. KS ശബരിനാഥ് തിരുവനന്തപുരം DCC പ്രസിഡന്റ് ആകാൻ സാധ്യതയുണ്ട്. മാത്യു കുഴൽനാടൻ ഉൾപ്പെടെയുള്ളവർ സുപ്രധാന സ്ഥാനങ്ങളിലുണ്ടാകും. DCC ഭാരവാഹി പുനഃസംഘടനയും ഉടനുണ്ടാകും.